ടി വിയിൽ മമ്മൂക്കയുടെ പടം വെക്കണോ ലാലേട്ടൻ്റെ പടം വെക്കണോ എന്ന കാര്യത്തിൽ മാത്രമേ ഞങ്ങൾ തമ്മിൽ തർക്കമുള്ളൂ കേട്ടോ. പക്ഷേ ഈ ടി വി പിട്ടാപ്പള്ളിയിൽ തന്നെ വാങ്ങണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കമില്ലായിരുന്നു. ചില കാര്യങ്ങളിൽ തർക്കമേ ഇല്ല. പിട്ടാപ്പള്ളി ഏജൻസീസ്, the most trusted name in TV, mobiles and appliances. തലഞ്ഞി സെന്റ് മേരീസ് ദേവാലയത്തിൽ നടന്നുവരുന്ന പരിശുദ്ധ അമലോത്ഭവ മാതാവിന്റെ തിരുനാൾ ആഘോഷത്തിന് കൊടിയേറി. വിവിധങ്ങളായ ചടങ്ങുകളാണ് 8 ദിവസങ്ങളിലായി നടക്കുന്ന ഈ തിരുനാൾ ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. തിങ്കളാഴ്ച വൈകിട്ട് വികാരി റവറന്റ് ഫാദർ ജൈനേഷ് പുതുക്കാട്ടിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു. പുതുതായി നിർമ്മിച്ച കുരിശ്, പിയത്ത വെഞ്ചരിപ്പ് എന്നിവയും നടന്നു. ഈ വർഷത്തെ ഈ തിരുനാളിൻ്റെ ഈ ആദ്യ ദിനത്തിൽ ഇത്ര മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി ഇവിടെ നടത്തുവാനായി ദൈവം നമ്മെ അനുഗ്രഹിച്ചു. അത് നമ്മുടെ ഇടവകയുടെ വലിയ ഒരു അനുഗ്രഹമാണ്. നമ്മൾ ഒന്നിച്ച് പ്രവർത്തിച്ച് കിട്ടിയ വലിയ അനുഗ്രഹം. അപ്പോൾ ഈ വിശിഷ്ട വസ്തുക്കൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഈ കുരിശിൻ്റെയും മാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെയും മുമ്പിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നല്ല ദൈവവും നമ്മെ കൂടുതലായി അനുഗ്രഹിക്കുന്ന അനുഭവം നമുക്ക് ഇനി കാലാന്തരത്തിൽ കിട്ടാനിരിക്കുകയാണ്. വിശുദ്ധ കുർബാനയിൽ അഭിവന്ദ്യ മാർ അലക്സ് താരമംഗലം വചന സന്ദേശം നൽകി. തുടർന്ന് കാഴ്ച സമർപ്പണവും ആദരിക്കലും നടത്തി. രണ്ടാം ദിനമായ ചൊവ്വാഴ്ച റവറന്റ് ഫാദർ എബിൻ എബ്രഹാം വചന സന്ദേശം നൽകി. വാഹന വെഞ്ചരിപ്പും നടന്നു. വികാരി ഫാദർ ജൈനേഷ് പുതുക്കാട്ടിൽ, ഫാദർ സോമി വടയാപ്പറമ്പിൽ, കൈക്കാരന്മാരായ ചാക്കോ കീഴേത്ത്, ജോർജ് വടയാപ്പറമ്പിൽ, ജോർജ് കുട്ടി കോട്ടയപ്പറമ്പിൽ, ഷിജു പെരുമനപ്പറമ്പിൽ, ജനറൽ കൺവീനർമാരായ ജോസ് കിഴക്കേക്കര, ജോൺസൺ വി പാട്ട്, ഷിബു കൈതമല, സെക്രട്ടറി അജയ് ഘോഷ്, നിർമ്മാണ കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി.